ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി പരാതിയായിട്ട് നമ്മുടെ കമലയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം കമല ചോദിക്കുന്നുണ്ട്, പ്രമോഷൻ കിട്ടാൻ അവളാരാ, സർക്കാർ ഉദ്യോഗസ്ഥയോ? അപ്പം വൈജയന്തി പറയുന്നുണ്ട്, ഒയ്യോ അതിനേക്കാൾ വലിയ പോസ്റ്റ് അല്ലയോ, ബാലേന്ദ്രൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. അപ്പം കമല പറയുന്നുണ്ട്, എന്തോന്നാ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയോ? നീ എന്നെ വെറുതെ ചിരിപ്പിക്കല്ലേ വൈജയ്. ബാലേന്ദ്രന് വട്ടായോ, അതോ അലീനയ്ക്കാണോ വട്ട്? അപ്പം വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഗോവർദ്ധൻ വീട്ടിൽ വന്നപ്പോൾ ബാലേന്ദ്രൻ അവൾ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയേ. അപ്പം കമല പറയുന്നുണ്ട്, അതിന് ബാലേന്ദ്രൻ ആരാ, സെൻട്രൽ ഗവൺമെൻറ് മിനിസ്റ്ററോ, പ്രൈവറ്റ് സെക്രട്ടറിനൊക്കെ വെക്കാനായിട്ട്? എൻ്റെ കമലയിടത്തിയേ, എനിക്ക് മടുത്തു. ഇതെവിടെ ചെന്ന് അവസാനിക്കും? എനിക്കൊരു ഹോം നേഴ്സിനെ വേണം, എവിടെ നീളം ഒപ്പിച്ചതാ. ആ അലീന പിശാശിനെ അവിടെ നിന്ന് ഓടിക്കണം. അപ്പം കമല പറയുന്നുണ്ട്, നല്ല കോമഡിയാണല്ലോ നിൻ്റെ വീട്ടിൽ നടക്കുന്നത്. ഒരു ഹോം നേഴ്സിനെയും കൊണ്ടല്ലാതെ ഇനി ഞാൻ ആ വീട്ടിലോട്ടില്ല. അപ്പം കമല ചോദിക്കുന്നുണ്ട്, അല്ല ഇപ്പം അവളാണോ അവിടുത്തെ ഭരണം? അപ്പം വൈജയന്തി പറയുന്നുണ്ട്, ബാലേന്ദ്രനെ കാണണമെന്നുണ്ടെങ്കിലേ അവളുടെ അടുത്തുനിന്ന് പാസ് എടുക്കണം. ഫുഡൊക്കെ മേലെ കൊണ്ടുപോയി കൂടെ ഇരുന്ന് കഴിപ്പിക്കുക. ഒരു ടാബ്ലറ്റ് എടുത്ത് കൊടുക്കണമെങ്കിൽ പോലും ഉടനെ അവളെ വിളിക്കും. മുകളിലോട്ട് അവൾ പോയാൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത്. കമലടുത്തി, എന്നെ ഇതിൽ നിന്ന് ഒന്ന് രക്ഷിക്കണം, ഞാൻ എന്നാ വേണേലും ചെയ്യാം. അപ്പം കമല പറയുന്നുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ. ഹോം നേഴ്സുമാരെ സപ്ലൈ ചെയ്യുന്ന ഏജൻസികളുണ്ടല്ലോ, നമുക്കൊന്ന് വിളിച്ചു നോക്കാം. നീ സമാധാനമായിട്ടിരിക്കേ. നിനക്ക് വിശക്കുന്നുണ്ടോ? എന്തെങ്കിലും കഴിച്ചിട്ടാണോ അവിടുന്ന് പോകുന്നത്? അപ്പം വൈജയന്തി പറയുന്നുണ്ട്, ഇല്ല കമലടുത്തി, ടെൻഷൻ കാരണം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം കമല പറയുന്നുണ്ട്, അയ്യോ ഇവിടെ ഒന്നും ഇരിപ്പില്ല വൈജയ്. സാരമില്ല, ഞാൻ നിനക്കൊരു ലൈം ജ്യൂസ് അടിച്ചു തരാം. ഇവിടെ പഴം ഇരിപ്പുണ്ടോ നോക്കട്ടെ. പിന്നെ കാണിക്കുന്നത് അലീനയാണ് കേട്ടോ. അലീന രേവതിക്കുട്ടിയെ ഫോൺ വിളിക്കുന്നുണ്ട്. മോളെ നീ ബിസിയാണോടി? അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ബിസിയാണെങ്കിൽ എന്താ, എൻ്റെ ചേച്ചി വിളിക്കുമ്പോൾ ബിസിയോട് ഞാൻ അങ്ങ് മാറി നിൽക്കാൻ പറയും. അപ്പം അലീന കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, അതെയോ, നീയും ബിസിയും കൂടി അത്രയ്ക്ക് കൂട്ടാണല്ലേ? അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ആണെന്നേ. ചേച്ചി പറ, എങ്ങനെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? ബാലേന്ദ്രൻ സാർ എന്ത് പറയുന്നു? അപ്പം അലീന പറയുന്നുണ്ട്, മർക്കടമുഷ്ടിയാ, ഒരയവുമില്ല, മുറുകെ പിടിച്ചേക്കുവാ. അപ്പം രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ആരേ? എന്നെ തന്നെ. അപ്പം രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അയ്യോ അതെന്നാ? അപ്പം അലീന പറയുന്നുണ്ട്, നമ്മളെ കയറി പിടിക്കുന്ന കാര്യമല്ല പറഞ്ഞേ, ഒരു തരത്തിലും എന്നെ ഇവിടെ നിന്ന് വിടത്തില്ലെന്ന്, മേഡത്തോടുള്ള വാശിയാ. അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഒരു ചാൻസ് കിട്ടിയാൽ അവിടുന്ന് ചാടി പോരണേ ചേച്ചി. അവിടെ നിന്നാൽ ആ മേഡം ചേച്ചിക്കിട്ട് വല്ല പാരയും വയ്ക്കും. മനസ്സാക്ഷി ഇല്ലാത്ത സാധനമല്ല അത്. ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, എടി എൻ്റെ അമ്മയെ പറ്റിയാണ് നീ പറയുന്നത്. ഓ പിന്നെ എന്തിനാ അങ്ങനെ ഒരു അമ്മ? ഇവിടെ വന്ന് എൻ്റെ ഗ്രേസ് അമ്മാൻ്റെയുടെ ചെരുപ്പ് കഴുകാൻ പറ, കുറച്ചൊക്കെ മനുഷ്യത്വം പഠിക്കും. അപ്പം അലീന പറയുന്നുണ്ട്, എടി മോളെ, മേഡം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ലക്ഷണമാണ്. എന്നെ വെല്ലുവിളിച്ചിട്ടാണ് പോയേക്കുന്നത്. കാറെടുത്തിട്ട് പോയിട്ട് ഇപ്പോൾ ഒരുപാട് നേരമായി. അപ്പോൾ രവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ചേച്ചിയോട് വഴക്കിടാൻ എന്താ കാരണം? ഇവിടെ ഗോവർദ്ധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. സാറിൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡേ, ആളാണിപ്പോൾ കടയിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ആൾ വന്നപ്പോൾ സാർ എന്നെ പരിചയപ്പെടുത്തിയത് സാറിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ രവതിക്കുട്ടി പറയുന്നുണ്ട്, എൻ്റെ ഈശ്വര, എൻ്റെ തല കറങ്ങുന്നു. ഇനി ഞാൻ വീട്ടുജോലിയൊന്നും ചെയ്യണ്ട, ഈ പറഞ്ഞ ജോലി മാത്രം ചെയ്താൽ മതി. അപ്പോൾ രവതിക്കുട്ടി പറയുന്നുണ്ട്, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, സംഭവം അടിപൊളിയാണ്. ഇത് ഗോവർദ്ധനങ്ങൾ ചെന്ന് മേഡത്തോട് പറഞ്ഞു. മേഡത്തിനത് സഹിച്ചില്ല, എന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ ഒരു പോക്ക് പോയതാ. അപ്പം രവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ഈ അഡീഷണലിൻ്റെ ജോലി എന്തുവാ? ഒന്നുമില്ലടി, ജോലിയൊക്കെ പഴയത് തന്നെയാണ്. സാറിൻ്റെ ഓരോ തമാശയാണ് മേഡത്തിനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. അപ്പം രവതിക്കുട്ടി പറയുന്നുണ്ട്, ആ മേഡം എന്നതേലും ചെയ്യട്ടെ. ഇപ്പം മേഡം ചേച്ചീനെ പുകച്ച് പുറത്ത് ചാടിക്കുകയാണെങ്കിൽ ഉർവശി ശാപം ഉപകാരമായെന്ന് വിചാരിച്ചാൽ മതി. അപ്പോഴേ എറണാകുളം ബസ് പിടിച്ചോണം. ഇനി സാറിൻ്റെ കണ്ണ് വെട്ടിച്ച് പോരാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ വാ. അപ്പം അലീന പറയുന്നുണ്ട്, നോക്കട്ടെ, മേഡം എന്ത് ബോംബും കൊണ്ടാണ് തിരിച്ചു വരണേന്ന് അറിയണമല്ലോ. ഇനിയും ചേച്ചി അവിടെ നിന്നാൽ ശരിയാവത്തില്ല കേട്ടോ, അതെപ്പോഴും ഓർമ്മ വേണം. അപ്പം അലീന പറയുന്നുണ്ട്, സാറിനെ ഇട്ടിട്ട് പോരാനും വയ്യ. അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, എന്നാൽ സാറിനെ എടുത്തോണ്ടിങ്ങ് വാ. ഒന്ന് പോടി അവിടെ നിന്ന്, ഇവിടെ മനുഷ്യർ കിടന്ന് നീറിപ്പുകയുമ്പോഴാണ് അവളുടെ ഒരു തമാശ. അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, എന്നെ അവിടെ കിടന്ന് അനുഭവിച്ചോ. എടി മോളെ, ഞാൻ വെക്കുവാണേ.
സാറിന് പൊടിയരിക്കഞ്ഞി കൊടുക്കണം, പിന്നെ പപ്പടം കാച്ചണം, ഒരു ചമ്മന്തി അരയ്ക്കണം. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇവിടെയും 2 പാവങ്ങളുണ്ട്, അവരെക്കുറിച്ച് ചേച്ചി അന്വേഷിക്കുന്ന പോലും ഇല്ലല്ലോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഒന്നാമതേ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. അങ്കിളിനെ ആൻറ്റീനെയും ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്. അപ്പം ഞാൻ വെക്കുവാണേ. അങ്ങനെ അലീന ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേസ് അമ്മ രേവതിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, കടപ്പാട്ടൂർ എന്തുണ്ട് വിശേഷം നിൻ്റെ അലീന ചേച്ചിക്ക്? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഓ അതിനെപ്പറ്റിയൊന്നും പറയണ്ട, ആ വീട് ഇപ്പോൾ 2 വീടാ. അപ്പോൾ ഗ്രേസ് അമ്മ ചോദിക്കുന്നുണ്ട്, എന്തോ അടി നീ പറയുന്നേ? ബാലേന്ദ്രൻ സാറല്ലേ, ആള് മുന്നേ താമസിച്ചോടത്തുനിന്ന് ഇപ്പോൾ മുകളിലോട്ട് മാറി. അപ്പോൾ ഗ്രേസ് അമ്മ പറയുന്നുണ്ട്, അത് ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ മാറിയതല്ലേ, നമ്മൾ വിചാരിക്കുന്ന പോലെ താഴത്തുനിന്ന് മുകളിൽ നിന്ന് മാറി എന്നല്ല ഞാൻ പറഞ്ഞത്. അതിപ്പോൾ 2 ഫാമിലിയാണ്. അലീന ചേച്ചിയും ബാലേന്ദ്രൻ സാറും മുത്തശ്ശിയും ഒരു ഫാമിലി, വൈജയന്തി മാഡവും ബബിതയും ആ ദ്രോഹിയും കൂടി ചേർന്ന് വേറൊരു ഫാമിലി. അപ്പം മാമച്ചൻ ചോദിക്കുന്നുണ്ട്, ദ്രോഹിയോ അതാരാ? അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ആണെന്നേ, അലീന ചേച്ചിയെ ദ്രോഹിച്ചവനല്ലേ. അപ്പം ഗ്രേസമ്മ പറയുന്നുണ്ട്, വൈജയന്തി മാല കേൾക്കണ്ട. മാമച്ചായൻ പറയുന്നുണ്ട് കേട്ടോ, ഇവളിനി നമ്മുടെ പേരും മാറ്റി വേറെ വല്ലതും ഇടോടി, എൻ്റെ പേര് മാമുക്കോയെന്ന് അങ്ങനെ ആക്കൂ. അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഓ പിന്നെ മാമുക്കോയ എന്നെ സ്റ്റൈലായിരുന്നു. അപ്പം ഗ്രേസമ്മ പറയുന്നുണ്ട്, എടി കൊഞ്ചാതെ നീ കാര്യം പറ. അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, പറഞ്ഞത് സത്യം ആൻറ്റി, ആ വീട് ഇപ്പോൾ 2 ഗ്രൂപ്പാണ്. അപ്പം ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, അപ്പം ആ ഏളെ കൊച്ചോ കൃഷ്ണജ? അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അവൾ റെഫർ ചെയ്യാം, 2 ഗ്രൂപ്പിലും ഇല്ല, ആരെങ്കിലും ഫൗൾ അടിച്ചാൽ അവൾ വിസിൽ വിളിക്കും. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, എടി കൊച്ചേ, ഈ ബാലേന്ദ്രനും അലീനയല്ലേ ബ്ലഡ് റിലേഷൻ ഇല്ലാത്തത്, ബാക്കി എല്ലാവരും അലീനുമായിട്ട് ബ്ലഡ് റിലേഷൻ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇതിപ്പോൾ കറങ്ങിത്തിരിഞ്ഞ് ബാലേന്ദ്രൻ സാറും അലീന ചേച്ചിയും സെറ്റായി, സാറാണെങ്കിൽ ചേച്ചീനെ മൂത്ത മോളായിട്ട് അങ്ങ് ഏറ്റെടുത്തു. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, അത് കൊള്ളാലോ, സ്വന്തം തള്ള അവളെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചു, ശത്രുസ്ഥാനത്ത് നിൽക്കേണ്ട ആൾ അവളെ മകളായിട്ട് പ്രഖ്യാപിച്ചു, അതെന്തായാലും കൊള്ളാം. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, തീർന്നിട്ടില്ല ആൻറ്റി, അലീന ചേച്ചിയുടെ വിക്കറ്റ് തെറിപ്പിച്ചിട്ടേ അടങ്ങുമെന്ന് പറഞ്ഞ് വൈജയന്തി മാഡം അവിടെ നിന്ന് ഇറങ്ങിപ്പോയേക്കുവാ. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, അപ്പം ഇനി അവൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, മിക്കവാറും ഔട്ടാവുന്ന ലക്ഷണമാണ്, പക്ഷെ ബാലേന്ദ്രൻ സാറ് എന്തൊക്കെയോ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്, പുള്ളിക്കാരൻ പറയാതെ അവിടുന്ന് പോവരുത്തുന്ന ഓർഡർ. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, അവളെന്തായാലും ചെന്ന് കയറിയ സ്ഥലം കൊള്ളാം, നിങ്ങളുടെ ബ്രിജിത്താമ്മ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ? അവർക്ക് അലീനോട് വല്ല വിരോധം ഉണ്ടായിരുന്നോ? അയ്യോ, ബ്രിജിത്തമ്മ ഭയങ്കര പാവമാണ്, എന്തൊരു ഇഷ്ടമായിരുന്നു എന്നറിയോ അലീന ചേച്ചിയെ, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോയിക്കോട്ടേന്നേ വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ മാമച്ചൻ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അലീന എന്ത് ചെയ്യും, വല്ലതും പറഞ്ഞോ? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചിക്ക് തന്നെ അറിയത്തില്ല ചേച്ചി ഇനി എന്നതാ ചെയ്യാൻ പോണേന്ന്. ആ, ബാലേന്ദ്രൻ സാറ് ചേച്ചിക്കൊരു പ്രമോഷൻ കൊടുത്തിട്ടുണ്ട്, ബാലേന്ദ്രൻ സാറിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. അതും കൂടി അറിഞ്ഞപ്പോൾ വൈജയന്തി മാഡത്തിൻ്റെ കിളി പോയി. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? ആണെന്നേ, ഇനി മലപ്പുറം കത്തിയും അമ്പും വില്ലും കുന്തവും കുടച്ചക്രമായിട്ടേ തിരിച്ചു വരത്തുള്ളൂ. അപ്പം മാമച്ചൻ പറയുന്നുണ്ട്, ഗ്രേസമ്മേ, ഇവള് പറയുന്നത് മുഴുവൻ അങ്ങ് വിശ്വസിക്കേണ്ട, കുറച്ചൊക്കെ ഇവള് കയ്യിൽ നിന്നെടുത്ത് ഇടുന്നുണ്ട്. അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ആ വിശ്വസിച്ചില്ലെങ്കിൽ വേണ്ട, എന്തായാലും അധികം വൈകാതെ നമുക്ക് പാലായിക്ക് പോണ്ടി വരും അലീന ചേച്ചിയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. അപ്പം ഗ്രേസമ്മ പറയുന്നുണ്ട്, അത് മിക്കവാറും വേണ്ടി വരും, ഇനി നീ എല്ലാ ദിവസവും അവളെ വിളിക്കണേടി. അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അത് ഞാൻ ഏറ്റു. അങ്ങനെ അലീന ബാലേന്ദ്രനുള്ള ഭക്ഷണമായിട്ട് മുകളിലേക്ക് കയറി ചെല്ലുന്നുണ്ട് കേട്ടോ. അലീനയുടെ കൈയൊന്നും ഒഴിവില്ല കേട്ടോ. അപ്പോൾ തലോണ്ടാണ് ഡോറിൽ തട്ടുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ അകത്തേക്ക് കയറിക്കോന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീനനെ കാണുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ ഇതെങ്ങനെ വാതിൽ തട്ടി, കൈയൊന്നും ഒഴിവില്ലല്ലോ? അപ്പോൾ അലീന പറയുന്നുണ്ട്, തല കൊണ്ട്. ആ അത് കൊള്ളാം, നല്ല തല. ആ ഇതെന്തൊക്കെയാണ്, കുറച്ച് പൊടിയിരിക്കഞ്ഞില്ല ഞാൻ നിന്നോട് ചോദിച്ചുള്ളൂ, ഇതൊരു സദ്യക്കുള്ള സാധനങ്ങളുണ്ടല്ലോ. അപ്പം അലീന പറയുന്നുണ്ട്, സദ്യയൊന്നല്ല, അച്ചാറ്, പപ്പടം, തോരൻ, പിന്നെ അലിശ്ശേരി, അത്രേ ഉള്ളൂ. അപ്പം അലീന പ്ലേറ്റൊക്കെ വെച്ചിട്ട് താഴോട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങോട്ട് പോവാ ഇത്ര ധൃതി പിടിച്ച്? അപ്പം അലീന പറയുന്നുണ്ട്, താഴോട്ട്. ഒരുപാട് താഴോട്ട് അങ്ങ് പോകണ്ട, ഒരു മധ്യഭാഗത്തൊക്കെ ആയിട്ട് നിന്നാൽ മതി, ഞാനിതൊന്ന് കഴിച്ചു തീരട്ടെ, അതുവരെ ഇവിടെ ഇരിക്കേ. എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ നീ? ഇത് കേൾക്കുമ്പോൾ അലീന ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്തിനാ നീ ചിരിക്കുന്നേ? ഒന്നുമല്ല. ആ നിനക്കിതൊരു തമാശയാണല്ലേ?
ഇവിടെ തറ തുടയ്ക്കുകയും പാത്രം കഴുകുകയും വെച്ച് വിളമ്പുന്ന ആളുടെ പേരാ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. നന്നായിട്ടുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇത്തിരി കൂടിപ്പോയല്ലേ? ഇത്തിരി ഒന്നല്ല, നല്ലോണം കൂടിപ്പോയി. എന്തായാലും കയ്യിൽ നിന്ന് പോയില്ലേ, തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അങ്ങനെ ബാലേന്ദ്രൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം അടിപൊളിയായിട്ടുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അലീന ശരിക്കും ഏത് നാട്ടുകാരിയാണ്? അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് പിന്നെ കഴക്കൂട്ടം, തിരുവനന്തപുരം. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അവിടെയാണോ നീ ജനിച്ചത്? അത് പിന്നെ അതെനിക്ക് അറിഞ്ഞൂടാ. അച്ഛനും അമ്മ ആരാന്നറിയില്ലേ നിനക്ക്? ഞാൻ ജനിച്ച് 1-2 ദിവസത്തിനകം എന്നെ സ്നേഹത്തിലെത്തിച്ചു എന്നാണ് ബ്രജിത മാമി പറഞ്ഞത്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആരെത്തിച്ചു? അത് മാമി പറഞ്ഞില്ല. അലീനയ്ക്ക് അച്ഛനമ്മയുണ്ടെന്നും അവരാരാണെന്നും ബ്രജിത മാമിക്ക് അറിയായിരുന്നു അല്ലേ? അപ്പോൾ അലീന എങ്ങനെ ഇരുന്ന് ആലോചിക്കുക, സത്യം പറയണോ അതോ കള്ളം പറയണോ എന്നാണോ ആലോചിക്കുന്നത്? അപ്പോൾ അലീന പറയുന്നുണ്ട്, ബ്രജിത മാമിക്ക് അറിയായിരുന്നു. അലീന ബ്രജിത മാമിയോട് ചോദിച്ചിട്ടില്ലേ അച്ഛനമ്മ ആരാണെന്നും അവരെവിടെയാണെന്നും? അപ്പോൾ അലീന പറയുന്നുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിന് ബ്രജിത മാമി ഉത്തരം പറഞ്ഞില്ലേ? മറുപടി തന്നു. ഞാനല്ലാതെ വേറൊരാളും ഇതറിയരുതെന്ന് എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടാണ് ബ്രജിത മാമി എന്നോടത് പറഞ്ഞത്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവിടെ ഒരു പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്തു. ബുദ്ധിമതിയാണല്ലോ നീ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അല്ല, ഞാൻ സത്യമാണ് പറഞ്ഞത്. ഞാൻ വാക്ക് കൊടുത്തു മമ്മിക്ക് ആരോടും പറയില്ലെന്ന്. എന്നാലും സ്വന്തം അച്ഛനമ്മയും കാണാൻ ആഗ്രഹം തോന്നിയിട്ടില്ലേ അലീനയ്ക്ക്? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അവരെ ഒന്ന് കാണാൻ. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അവരെ കാണാൻ ശ്രമിച്ചിട്ടില്ലേ അവരറിയാതെ? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഒരാളെ ഞാൻ കണ്ടു, ഇനി ആരെയും എനിക്ക് കാണണ്ട. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആരെയാണ് നീ കണ്ടത്? അച്ഛനെയോ അതോ അമ്മയോ? അപ്പോൾ അലീന പറയുന്നുണ്ട്, വേണ്ട, അതെൻ്റെ മനസ്സിലിരുന്ന് അങ്ങ് കെട്ടുപൊക്കോട്ടെ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഓക്കെ. ബ്രജിത മാമിയുടെ കൂടെ സന്തോഷമായിരുന്നോ? അപ്പോൾ അലീന പറയുന്നുണ്ട്, സങ്കടങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ നല്ലൊരു ഉടുപ്പിന് വേണ്ടി ഞാൻ കൊതിച്ചിട്ടുണ്ട്. കാലിലൊരു ചെരുപ്പിടാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. വയറു നിറയെ ആഹാരം കഴിക്കാനും കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കാനും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. അനാഥ കുട്ടീന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം എന്ന് അറിയാൻ വയ്യല്ലോ. കുറേ വളർന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്തൊക്കെ ആഗ്രഹിക്കാൻ പാടില്ല എന്ന്. അനാഥരെങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മമ്മി കാണിച്ചു തന്നു. അതിനുശേഷം ഒന്നും ആഗ്രഹിച്ച് നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. മമ്മിയായിരുന്നു ഞങ്ങളുടെ പാഠപുസ്തകം, ഞങ്ങളുടെ വഴികാട്ടി, ഞങ്ങളുടെ വെളിച്ചം. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നത് മമ്മിയുടെ വില എന്തായിരുന്നു എന്ന്. അതുപോലൊരമ്മ ലോകത്തില്ല കേട്ടോ. മമ്മിയുടെ കൂടെ ജീവിച്ച കാലം അതിൽ കൂടുതലൊരു ഭാഗ്യമൊന്നും എനിക്കിനി കിട്ടാനില്ല. മമ്മി ഉണ്ടായിരുന്നെങ്കിലെന്ന് ആശിച്ചു പോവാ ഞാൻ. അങ്ങനെ പറഞ്ഞ് അലീന കരയാട്ടോ. അത് കാണുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മതി. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അത് മുഴുവൻ കഴിച്ചില്ലല്ലോ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട, മതി. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. മഴത്തോരു മുമ്പേടെ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്